അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന അടിപൊളി ആപ്ലിക്കേഷൻ്റെ അഥവാ ഇൻ്റർനെറ്റ് മാത്രം നിങ്ങളുടെ ഫോണിലുള്ള ഓവറായിട്ടുള്ള ഇൻ്റർനെറ്റ് മാത്രം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി നല്ലൊരു ഏണിങ്സ് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐറ്റം ആപ്ലിക്കേഷൻ്റെ വിഡ്രോവൽ സെഷനാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മാത്രമല്ല നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങളും ഇൻഫർമേഷനും ഏണിങ്സ് അച്ചീവ് ചെയ്യുന്ന മറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഡെയിലി ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്നവർ വരെ നമ്മൾ ആ ഒരു ടെലഗ്രാമിലുണ്ട്. അതിന് നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ ബൾക്ക് എമൗണ്ടുകൾ വെറും 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബൾക്ക് എമൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പലരും നമ്മുടെ ഈ ഒരു ചാനലുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു വിഡ്രോയിൽ വരാം. നമുക്ക് $15 നമ്മളിതിലൂടെ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിക്വസ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ള നിങ്ങൾക്ക് ഒരു ഓപ്ഷനായിട്ട് കാണാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കാണിച്ചിടാന്ന് പറഞ്ഞതാണല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ റിക്വസ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ $15 പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം 1200 രൂപേൻ്റെ മുകളിൽ ആയി. ഏകദേശം ഇന്നത്തെ ഒരു റേറ്റ് വെച്ചിട്ട് 90 രൂപേൻ്റെ അടുത്ത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ 1300 1500 ആ ഒരു റേഞ്ചൊക്കെ നമുക്ക് വിഡ്രോവൽ ചെയ്യുമ്പോൾ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇതിൽ വരുന്ന ഒരു പേയ്മെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒരു 2 ദിവസം മാക്സിമം 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് ഇന്ത്യ എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ് കോയിനും പേപ്പാലുമാണ് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പേപ്പാൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേപ്പാലിലേക്ക് വിഡ്രോ ചെയ്യാം. ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യാൻ കൊടുത്ത പേപ്പാലിലേക്ക് നമ്മളൊരു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഇമെയിലിലേക്ക് ജസ്റ്റ് ഒരു OTP വരും. ജസ്റ്റ് OTP നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലത്തെ കൂടുതൽ ആപ്ലിക്കേഷൻസും എക്സ്പ്ലോർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഡെയിലി വലിയൊരു ഏണിങ്സ് അച്ചീവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമും അതോടൊപ്പം തന്നെ നമ്മൾ പരിചയപ്പെടുന്ന തുടർന്നുള്ള അടിപൊളി. അപ്പോൾ നമ്മൾ ഈ വിഡ്രോ ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വർത്ത് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 1 മില്യൺ പ്ലസ് വർത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ 1,00,000 പരം ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തിട്ട് 4.6 സ്റ്റാർ റേറ്റിംഗ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാവൻസ് ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുഴുവൻ റിവ്യൂ ആണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വിഡ്രോയിൽ കണ്ടു. അതുപോലെ തന്നെ നിങ്ങൾക്കും ഏൺസിങ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അഡാർ ഐറ്റം ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ മുന്നേ പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷനൊക്കെ പോലെ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് Google ID വെച്ചിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ. ഞാൻ എൻ്റെ ഒരു Google ID ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. Google ID സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു Google ID ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വരുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു സർവേ ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെക്കൻഡ് സർവേ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ മാറ്റി കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാം. ഞാൻ പറഞ്ഞത് നോ വർക്കിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അഥവാ ഒരു വർക്കും കൂടാതെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുകൊണ്ടൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഹോം പേജ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഹോം പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷനായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് ഷെയറിങ് ഈസ് കണക്റ്റിംഗ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ബോണസ് കയറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത ആ ഒരു ഇതിൽ തന്നെ അഥവാ നിങ്ങൾ നമ്മുടെ റെഫറൽ കോഡ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് റെഫറൽ ഗിഫ്റ്റായിട്ട് $1 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, $2 മാക്സിമം കിട്ടുക. അതിൽ $1 എനിക്ക് റെഫറൽ ഏണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വർക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ നമുക്ക് ഇത്രേ വർക്കുള്ളൂ. ജസ്റ്റ് ഇതിൽ കയറുക, ജസ്റ്റ് ഷെയറിങ് എന്നുള്ള ബട്ടൺ ഇവിടെ കാണും, അതിൽ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കൂടുതൽ ഏണിങ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മോർ എന്നുള്ള ഓപ്ഷനായിട്ട് കാണാം. അതിൻ്റെ അപ്പുറത്തൊരു കമ്മ്യൂണിറ്റി എന്നുള്ള ഓപ്ഷനും ലാസ്റ്റിന് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കാണാം. അതിലിവിടെ യുണീക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോയിൽ ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് വീഡിയോ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു ഏണിങ്സ് നിങ്ങൾക്ക് അതിലൂടെയും അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ നമുക്ക് ഏണിങ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മെയിനായിട്ട് നിങ്ങൾ ഒരു വർക്കും ചെയ്യാതെ ഏണിങ്സ് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു
കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇൻ്റർനെറ്റ് ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഏണിങ്സ് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഇതിൽ ഷെയർ ചെയ്യേണ്ട ഇൻ്റർനെറ്റ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തല്ലോ ഇൻ്റർനെറ്റ് ഷെയറിങ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് വൈഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിൽ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അഥവാ നിങ്ങൾക്ക് ഫോണിൽ ഡാറ്റാസ് ഷെയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഷെയർ ഇൻ്റർനെറ്റ് എന്നുള്ളത് ഓഫാക്കിയിട്ട് യൂസ് വൈഫൈ ഓൺലി എന്നുള്ളത് കൊടുക്കാം. ഓക്കെ. പിന്നെ എൻഷുർ ബാക്ക്ഗ്രൗണ്ട്, അഥവാ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൻ്റെ ഒരു ഇത് പെർമിഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതും അലോ ചെയ്ത് തരാം. പിന്നെ ഓട്ടോ സ്റ്റാർട്ട്, അഥവാ നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോ സ്റ്റാർട്ട് ആയിട്ട് ഇന്നിങ്സ് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഷെയർ ഇൻ്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കയറി നിങ്ങൾക്ക് യൂണീക്ക് വീഡിയോ എന്നുള്ളതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ജനറേറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ